മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. മുനമ്പം ജനത ഇപ്പോഴും ഇവിടെ സമരം തുടരുന്നു. 156-ാം ദിവസമാണ് ഇന്നത്തെ സമരം. ഹൈക്കോടതി വിധിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഹൈക്കോടതി വിധിയെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇതൊക്കെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കമ്മീഷനെ വെച്ച സമയത്ത് തന്നെ അന്ന് തന്നെ പന്തംകുളത്തിൽ പ്രതിഷേധിച്ച ആളുകളാണ്. അന്ന് ഞങ്ങളോട് ചോദിച്ചു, പലരും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സർക്കാർ നിങ്ങൾക്കൊരു സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചു. പക്ഷെ ഞങ്ങൾ അന്നും പറഞ്ഞത് ഞങ്ങൾക്കറിയാവുന്നത് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അന്ന് ഞങ്ങളോട് സമരം നിർത്താനാണ് പറഞ്ഞത്. ഇത് കമ്മീഷനെ വെച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത് സമരം നിർത്താനാണ്. അന്ന് ഞങ്ങൾ സമരം നിർത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ തോറ്റുപോയാനെ. എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് നിൽക്കുന്നത്? ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രതീക്ഷ വഖഫ് നിയമ ഭേദഗതി ബില്ലിലാണ്. പ്രതിപക്ഷം അവിടെ എതിർക്കുകയാണെങ്കിൽ ഞങ്ങൾ കടലിലിറങ്ങുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്നിപ്പോൾ തീരുമാനിക്കും. 4 മണിക്ക് എല്ലാവരും വിളിച്ചുകൂടി ഒരു പൊതുയോഗമുണ്ട്. ഈ പൊതുയോഗത്തിൽ ഞങ്ങൾ തീരുമാനിക്കും ഇന്ന് ഞങ്ങൾ കടലിലിറങ്ങണോ നാളെ ഇറങ്ങണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. സമരം ഞങ്ങൾക്ക് റവന്യൂ അധികാരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നിർത്തുള്ളൂ. ഇപ്പൊ ഒരു 10 ലക്ഷം രൂപയുടെ സ്ഥലം എടുക്കണമെങ്കിൽ 1,20,000 രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി എടുക്കണം. സ്റ്റാമ്പ് പേപ്പർ എടുക്കണം. നമ്മ ഇത് കീറാനും പാടില്ല, കത്തിക്കാനും പാടില്ല. അപ്പം ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് ഈ സ്റ്റാമ്പ് പേപ്പറൊക്കെ മേടിച്ചിട്ട് അന്നത്തെ വില അനുസരിച്ച് ഞങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കെട്ടിയിട്ടുണ്ട്. ഈ പേപ്പറൊക്കെ ഞങ്ങൾക്ക് ഒരു വിലയില്ലാതെ ആക്കിയില്ലേ. ഞങ്ങൾ 3 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കണ പോലെ ആക്കിയില്ലേ ഇവരിപ്പാ. കടലിന്റെ മക്കൾ കടലിലേക്ക് എന്ന ആ ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് പോകും എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതായത് ഈ ഭൂമി തങ്ങൾ പണം കൊടുത്തു വാങ്ങിയതാണ്, അതുകൊണ്ട് ഇതിന്റെ അവകാശം തങ്ങളിൽ നിക്ഷിപ്തമാക്കണം എന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. യമമാരൊക്കെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ സമരം തുടരുകയാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ സമരം ഞങ്ങൾ തുടരും. ഗവൺമെന്റിന്റെ ഞങ്ങളെ പറ്റിക്കലിൻ്റെതായ ഒരു പ്രവൃത്തിയാണ് ഇന്ന് ഞങ്ങൾ കണ്ടത്. 156 ദിവസങ്ങൾ ഞങ്ങൾ ഈ പാവപ്പെട്ട ദാരിദ്ര്യരായ ഇവിടെ സമരം ചെയ്തിട്ട് ഞങ്ങളെ കാണാനാ ഈ പ്രദേശത്ത് വരാനാ ഒന്നും അവർ തുനിഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ഗവൺമെന്റ് അപ്പൊ തന്നെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഗവൺമെന്റ് ഞങ്ങളെ അയച്ച ഗവൺമെന്റ് ഞങ്ങൾക്ക് എതിരാണെന്ന് ഞങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലായി. ഇല്ലെങ്കിൽ ഞങ്ങളെ വന്ന് കണ്ട് ഞങ്ങൾക്ക് ആശ്വാസകരമായ ഒരു നിയമം ഞങ്ങൾക്ക് ഉണ്ടായേനെ. കമ്മീഷനെ നിങ്ങൾ ആദ്യഘട്ടത്തിൽ അനുകൂലിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആകുമ്പോൾ പോലും ഇത് നടത്തിയിരുന്ന ഒരു വസ്തുതാന്വേഷണമാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ പറയാനുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കമ്മീഷൻ നിയമനം തന്നെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള ഒരു പ്രയാണം? ഞങ്ങൾക്ക് നീതി ലഭിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു അവസാനമായിട്ട് ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ഞങ്ങളുടെ മക്കളെ നന്നായിട്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകണം. അത്രയേ ഉള്ളൂ പറയാനുള്ളത്. കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് അത് വലിയ തിരിച്ചടിയെന്നോ അല്ലെങ്കിൽ അനുകൂലമെന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളല്ല അവർ പറയുന്നത്. തങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് കമ്മീഷൻ അല്ല വേണ്ടത്, മറിച്ച് തങ്ങളുടെ പ്രശ്നത്തിന് സർക്കാർ ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം പരിഹാരം കാണുകയാണ് വേണ്ടത് എന്ന ആവശ്യമാണ് അവർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. സമരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 156-ാം ദിവസം. ആ സമരം ദിവസങ്ങൾ ഇനിയും നീളും. അത് കൂടുതൽ ശക്തമായിട്ടുള്ള മാർഗങ്ങളിലേക്ക് പോകും. അത് കൂടിയാലോചനകൾക്ക് ശേഷം, വിധിയുടെ അടിസ്ഥാനത്തിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കും എന്നതാണ് മുനമ്പം ജനത പറയുന്നത്. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.